ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന, അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുന്ന ആത്മാക്കളാണ് ഈ പ്രേക്ഷിത ചൈതന്യമുള്ളവരെ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ആത്മരക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യമുള്ളവരെ. ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട 3 ആലോചനകളുണ്ട്. ഒന്നാമത്തെ ആലോചന, ഒരു മനുഷ്യാത്മാവിന്റെ വിലയും മഹത്വവും എത്രമാത്രം വലുതാണെന്നും ഉന്നതമാണെന്നും നാം തിരിച്ചറിയണം. ഇത് വെറും ഒരു തിരിച്ചറിവല്ല, ഇത് വെറും ഒരു ഇന്റലക്ച്വലായ അറിവല്ല പ്രിയപ്പെട്ടവരെ. ഇറ്റ്സ് എ റെവലേഷൻ. കർത്താവ് തന്നെ നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചാലാണ് ഈ സത്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ലൗകികതയും ഭൗതികതയും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷ ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയണമെങ്കിൽ ഒരു മനുഷ്യാത്മാവിന്റെ ശ്രേഷ്ഠതയും മഹത്വവും തിരിച്ചറിയുവാൻ തക്കവിധം നമ്മുടെ ഉള്ളങ്ങൾ ഈ വെളിപാടിനാൽ പ്രകാശിതമാകണം. രണ്ടാമത്തെ ആലോചന, നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാൻ കർത്താവ് നൽകുന്ന രണ്ടാമത്തെ ആലോചന, പരിശുദ്ധാത്മാവിന്റെ സമയത്തിൽ സഞ്ചരിക്കുവാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ആലോചന, ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണുവാനുള്ള ജ്ഞാനം നമ്മിൽ പ്രകാശിക്കണം. ഈ 3 കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. അതിലൊന്നാമത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യാത്മാവിന്റെ വിലയും മഹത്വവും എത്ര വലുതാണെന്നുള്ള തിരിച്ചറിവാണ്. ആ ഒരു റെവലേഷനാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-37 വചനങ്ങളിൽ എന്താണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? തന്റെ ആത്മാവിന് പകരമായി അവൻ എന്തു കൊടുക്കും? ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവനും അവൾക്കും എന്ത് പ്രയോജനം? നമുക്ക് കാണാൻ പറ്റും, ലോക ചരിത്രത്തിൽ ലോകം മുഴുവൻ നേടിയിട്ടുള്ള ഒരു വ്യക്തി പോലുമില്ല. മഹാനായ അലക്സാണ്ടർ വലിയൊരു ചക്രവർത്തിയായിരുന്നു, ലോകം മുഴുവൻ നേടാൻ പറ്റിയില്ല. നെപ്പോളിയൻ ബോണപ്പാർട്ട് ലോക പ്രശസ്തനായ ചക്രവർത്തിയായിരുന്നു, ലോകം മുഴുവൻ നേടാൻ പറ്റിയില്ല. ഹിറ്റ്ലർ നേടാൻ പറ്റിയില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യം, നമ്മളൊക്കെ പറയാറുണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം. എന്നാൽ ഈ സാമ്രാജ്യത്തിനും ലോകം മുഴുവൻ നേടാൻ പറ്റിയില്ല. റോമൻ സാമ്രാജ്യത്തിന്, ബാബിലോൺ സാമ്രാജ്യത്തിന്, പേർഷ്യൻ സാമ്രാജ്യത്തിന്, ഇത്രയും വലിയ സാമ്രാജ്യ ശക്തികൾക്കൊന്നും ലോകം മുഴുവൻ നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ലോകം മുഴുവൻ നേടിയെന്ന് വിചാരിക്കുക. ലോകം മുഴുവൻ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ എല്ലാ പവേഴ്സ്, ലോകത്തിന്റെ സകല ശക്തികളും, ലോകത്തിന്റെ മുഴുവൻ സമ്പത്ത്, ലോകത്തിന്റെ സ്ഥാനമാനങ്ങള്, ലോകത്തിന്റെ പദവികള്, ലോകത്തിന്റെ സ്വാധീനങ്ങള്, ലോകത്തിന്റെ സുഖ സൗകര്യങ്ങള്, ലോകത്തിന്റെ മണി, ലോകത്തിന്റെ പണം, ഇതെല്ലാം ഒരു വ്യക്തി നേടിയാലും നമ്മുടെ കർത്താവ് എന്താണ് പറയുന്നത്? ഇത് കർത്താവിന്റെ ജീവനുള്ള വചനമാണ്. കർത്താവ് പറയുകയാണ്, ഇതെല്ലാം നേടിയാലും ഒരു മനുഷ്യാത്മാവിനോട് ഇത് തുലനം ചെയ്യുമ്പോൾ അതൊന്നുമല്ല.
അതിനേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് ഒരു മനുഷ്യാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. ആമേൻ.